Hello dear friends, welcome to RJS Physics classes. Plus 2 crash. അതിലെ അഞ്ചാമത്തെ വീഡിയോയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. 4 to 3 മാർക്ക് ക്വസ്റ്റ്യൻസ്. ലോങ് ആൻസർ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 4 വീഡിയോകളിലൂടെ. ഇനിയുള്ളത് മോശമില്ലാത്ത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളിലൂടെയാണ് ഇനിയുള്ള 3 വീഡിയോസ് പോണത്. ഓക്കെ, പിന്നീട് വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസ്. ഇതാണ് നമ്മൾ ടോട്ടലി ചെയ്യാൻ വിചാരിക്കണത്. ഓക്കെ, അതിൽ ഇപ്പോൾ സ്മോൾ ആൻസർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്താണ് 4 to 3 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയണത്. ഓക്കെ, സോ നമ്മൾക്ക് ക്വസ്റ്റ്യനിലൂടെ മുന്നേറാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഫീൽഡ് ലൈൻസ്? വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഫീൽഡ് ലൈൻസ്? ഓക്കെ, അത് പഠിച്ചേക്കാളുള്ള എളുപ്പ വഴി, അവർ കണ്ടിന്യൂസ് ആണ്, ടാൻജന്റ് ഡയറക്ഷൻ തരും, ഡെൻസിറ്റി സ്ട്രെങ്ത് തരും, യൂണിഫോം ഫീൽഡിൽ പാരലാണ്, ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. വേണമെങ്കിൽ ഒന്നും കൂടിയും പറയാം, ദേ ആർ ഓപ്പൺ കർവ്സ് or they are open curves. ഒരിക്കൽ കൂടെ പറയാം, അവർ കണ്ടിന്യൂസ് ആണ്, ടാൻജന്റ് ഡയറക്ഷൻ തരും, ഫീൽഡിന്റെ ടാൻജന്റ് ഫീൽഡിന്റെ ഡയറക്ഷൻ തരും, ഡെൻസിറ്റി ഫീൽഡിന്റെ സ്ട്രെങ്ത് തരും, യൂണിഫോം ഫീൽഡിൽ അവർ പാരലാണ്, 2 ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. ഓക്കെ, ആൻഡ് ദേ ആർ ഓപ്പൺ കർവ്സ്. അവിടെ ഓപ്പൺ കർവ് മാറ്റി 5 പോയിന്റ്സ് പഠിച്ചു വെക്കാനാണ് നല്ലത്, കാരണം അത് ഇലക്ട്രിക്കിനും മാഗ്നറ്റിക്കിനും ഒരുപോലെ എഴുതാം. ഇനി അത് ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കിയേ, അവർ കണ്ടിന്യൂസ് ആണ്, ദേ ആർ കണ്ടിന്യൂസ് കർവ്സ്. ടാൻജന്റ് ഫീൽഡിന്റെ ഡയറക്ഷൻ തരും, ടാൻജന്റ് വിൽ ഗീവ് ദി ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. ഡെൻസിറ്റി ഫീൽഡിന്റെ സ്ട്രെങ്ത് തരും, ഡെൻസിറ്റി വിൽ ഗീവ് സ്ട്രെങ്ത് ഓഫ് ഫീൽഡ്. യൂണിഫോം ഫീൽഡിൽ അവർ പാരലാണ്, ഇൻ യൂണിഫോം ഫീൽഡ് ദേ ആർ പാരലൽ. 2 ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഇന്റർസെക്ട്. 2 ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്താൽ ആ പോയിന്റിൽ ഫീൽഡിന് 2 ഡയറക്ഷൻസ് ഉണ്ടാവും, അത് ഇമ്പോസിബിൾ ആണ്. ഓക്കെ, വൺസ് അഗെയിൻ, അവർ കണ്ടിന്യൂസ് ആണ്, ടാൻജന്റ് ഫീൽഡിന്റെ ഡയറക്ഷൻ തരും, ഡെൻസിറ്റി ഫീൽഡിന്റെ സ്ട്രെങ്ത് തരും, യൂണിഫോം ഫീൽഡ് പാരലാണ്, ദെൻ 2 ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. ഐഡിയ ക്ലിയർ ആയോ? ഇത് ആലോചിച്ച് വെച്ചാൽ സിമ്പിൾ അല്ലേ? 2 ഫീൽഡ് ലൈൻസ് അവർ കണ്ടിന്യൂസ് ആണ്, യൂണിഫോം ഫീൽഡ് പാരലാണ്, ടാൻജന്റ് ഡയറക്ഷൻ തരും, ഡെൻസിറ്റി സ്ട്രെങ്ത് തരും, ഒരിക്കലും 2 ഫീൽഡ് ലൈൻസ് കൂട്ടിയിടിക്കില്ല. ഓക്കെ, ഗോട്ട് ഇറ്റ്? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എനർജി ഡെൻസിറ്റി ഓഫ് ഡൈ ഇലക്ട്രിക് ഇൻ എ കപ്പാസിറ്റർ. എനർജി ഡെൻസിറ്റി ഓഫ് ഡൈ ഇലക്ട്രിക് ഇൻ എ കപ്പാസിറ്റർ. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി ബൈ വോള്യം. എനർജി ഡെൻസിറ്റി ഈസ് എനർജി ബൈ വോള്യം. ഒരു കപ്പാസിറ്ററിന്റെ വോള്യം, ഏരിയ ഇൻടു ഡിസ്റ്റൻസ്. എനർജി കാണാൻ ഏറ്റവും സിമ്പിൾ ഇക്വേഷൻ ഹാഫ് ക്യൂ വി ബൈ എ ഡി. ഇതിനാണ് മുറിക്കുക. ക്യൂ ബൈ എ എന്ന് പറഞ്ഞാൽ സിഗ്മ, വി ബൈ ഡി എന്ന് പറഞ്ഞാൽ ഇ. ഓക്കെ, സിഗ്മ എന്നുള്ളത് അല്ലെങ്കിൽ ഇ എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ എപ്സിലോൺ 0. സോ സിഗ്മ ഈക്വൽ ടു എപ്സിലോൺ 0 ഇ. ഹാഫ് എപ്സിലോൺ 0 ഇ ഇൻറ്റു ഇ എന്ന് പറഞ്ഞാൽ ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. ദാറ്റ് ഈസ് എനർജി ഡെൻസിറ്റി ഓഫ് ഡൈ ഇലക്ട്രിക് ഇൻ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിന്റെ ഡൈ ഇലക്ട്രിക്കിന്റെ എനർജി ഡെൻസിറ്റി അത് കാണാനുള്ള ഇക്വേഷൻ ആണ് ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. dw ഈക്വൽ ടു ടോ ഡി തീറ്റ. അപ്പൊ W എന്ന് പറഞ്ഞ ഇന്റഗ്രൽ ടോ ഡി തീറ്റ ഫ്രം θ1 ടു θ2. ദെൻ ടോ എന്നുള്ളതിന് അതിന്റെ വാല്യൂ കൊടുക്കുക. നമ്മൾ കുറച്ച് മുന്നേ എഴുതി അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ എഴുതി PE sin θ.
വാട്ട് ഈസ് ഇന്റഗ്രൽ സൈൻ തീറ്റ? അതും കഴിഞ്ഞ വീഡിയോയിലുണ്ട്, മൈനസ് കോസ് തീറ്റ. സോ വർക്ക് ഡൺ ഈക്വൽ ടു മൈനസ് പി ഇ ഇൻറ്റു കോസ് തീറ്റ ലിമിറ്റ് തീറ്റ 1 ടു തീറ്റ 2. സോ ആ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും പി ഇ ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. വർക്ക് ഡൺ എന്ന് പറഞ്ഞ എഫ് ഡോട്ട് ഡി ആർ ആണ്. സ്ട്രൈറ്റ് പോകുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കം ടോ ഡി തീറ്റ. കഴിഞ്ഞ 4 വീഡിയോസ് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ടോർക്ക് എന്നുള്ളതിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാവും പി ഇ സൈൻ തീറ്റ, അതാണ് എഴുതിയത്. കഴിഞ്ഞ വീഡിയോ തന്നെ നമുക്ക് കിട്ടുന്ന അടുത്ത ഐഡിയ ഇന്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ ഈസ് മൈനസ് കോസ് തീറ്റ. ദെൻ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും പി ഇ ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. പറഞ്ഞ ഐഡിയ ക്ലിയർ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ ആ പറഞ്ഞാൽ? ഓക്കെ, ഇനി അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്. നമുക്കറിയാം റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ, resistance depends on temperature, resistance depends on nature of the material. ഇത്രയാണ് റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യണ ഫാക്ടേഴ്സ്. R is directly proportional to L, R is inversely proportional to area, R depends on temperature, R depends on nature of the material. ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? What are the factors affecting resistance? Resistance is directly proportional to length, resistance is inversely proportional to area, resistance depends on temperature, resistance depends on nature of the material. Clear അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ, what are magnetic elements? What are magnetic elements? What are magnetic elements? നമുക്കറിയാം ഒന്നാമത്തെ ഡിക്ലിനേഷൻ. ഫസ്റ്റ് വൺ ഈസ് ഡിക്ലിനേഷൻ. രണ്ടാമത്തെ ഇൻക്ലിനേഷൻ ഓർ ഡിപ്പ്. ഇൻക്ലിനേഷൻ ഓർ ഡിപ്പ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഹൊറിസോണ്ടൽ ഇൻറ്റൻസിറ്റി. തേർഡ് വൺ ഹൊറിസോണ്ടൽ ഇൻറ്റൻസിറ്റി. ഈ 3 എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? മാഗ്നറ്റിക് എലമെന്റ്സ് എന്നുള്ള പേരിട്ട് വിളിക്കാം. ഓക്കെ, ദെൻ ഇത് ഭൂമിയാണെങ്കിൽ ഇത് ജിയോഗ്രഫിക് മെറിഡിയൻ, ഇത് മാഗ്നറ്റിക് മെറിഡിയൻ. ജിയോഗ്രഫിക് നോർത്ത് ആൻഡ് സൗത്തും അതേപോലെ തന്നെ നമ്മളെ സർഫസും ആയിട്ട് ഉണ്ടാക്കുന്ന വെർട്ടിക്കൽ പ്ലെയിൻ, അതാണ് ജിയോഗ്രഫിക് മെറിഡിയൻ. ഈ ക്വസ്റ്റ്യൻ എവിടെയോ കേട്ടില്ലേ? കഴിഞ്ഞ മോഡൽ എക്സാമിന് അല്ലെ? ജിയോഗ്രഫിക് നോർത്ത് ആൻഡ് സൗത്ത് എന്ന് വരുന്ന വെർട്ടിക്കൽ പ്ലെയിൻ, ഇറ്റ്സ് ജിയോഗ്രഫിക് മെറിഡിയൻ. മാഗ്നറ്റിക് നോർത്ത് ആൻഡ് സൗത്ത് എന്ന് വരുന്ന വെർട്ടിക്കൽ പ്ലെയിൻ, അതാണ് മാഗ്നറ്റിക് മെറിഡിയൻ. അത് കിട്ടാൻ എളുപ്പമാണ്. ഒരു മാഗ്നറ്റ് കെട്ടി തൂക്കിയാൽ അതിൻ്റെ താഴെയുള്ള വെർട്ടിക്കൽ പ്ലെയിൻ ആണ് മാഗ്നറ്റിക് മെറിഡിയൻ. ഓക്കെ, ഈ 2 മെറിഡിയനുകൾക്കിടയിലുള്ള ആംഗിൾ, ആ ആംഗിളിനെ വിളിക്കണ പേരാണ് ഡിക്ലിനേഷൻ. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ geographic meridian and magnetic meridian. ഓക്കെ, സോ നമ്മളുടെ ചാനലിൽ തന്നെ ഈ പറഞ്ഞ ഏരിയ ആ ടോപ്പിക് എടുത്ത് നോക്കിയാൽ ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് അത് കിട്ടും. ഒരു ഓറഞ്ചും അതേപോലെ ഒരു സ്മൈലി ബോളും വെച്ചിട്ടാണ് അത് ചെയ്തിരുന്നത്. ഒന്നും കൂടെ ഐഡിയ കിട്ടാൻ എന്ത് ചെയ്യുക, ആ ചാപ്റ്റർ കാണുക സമയം ഉണ്ടെങ്കിൽ. ഓക്കെ, സോ പറയാൻ എളുപ്പമാണ്. വാട്ട് ഈസ് ഡിക്ലിനേഷൻ? It is the angle between geographic meridian and magnetic meridian. Geographic meridianum magnetic meridianum ഇടയിൽ വരുന്ന ആംഗിൾ, ആ ആംഗിളിനെ വിളിക്കണ പേരാണ് ഡിക്ലിനേഷൻ. രണ്ടാമത്തെ ഇൻക്ലിനേഷൻ ഓർ ഡിപ്പ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇത് ഭൂമിയാണെങ്കിൽ ഇത് ഭൂമിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് മെറിഡിയൻ, ഇത് ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ്. ഈ രണ്ടിനും ഇടയിൽ വരുന്ന ആംഗിൾ ആണ് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഡിപ്പ്. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത്.
It is the angle between horizontal component of magnetic meridian and magnetic field of earth. അതിനെ വിളിക്കണ പേരാണ് inclination അല്ലെങ്കിൽ dip. Okay, then third one, horizontal intensity. ഈ ഫീൽഡിനെ ഇങ്ങോട്ട് റിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി ആണ് ഹൊറിസോണ്ടൽ ഇൻറ്റൻസിറ്റി. സോ ഇറ്റ് ഈസ് BH equal to B cos theta and vertical intensity BV equal to B sin theta. Okay, so resolved component of magnetic field in the horizontal direction, അതാണ് horizontal intensity. ഇനി അവിടുന്ന് കിട്ടുന്ന അടുത്ത ഐഡിയ BV by BH equal to BV എന്ന് പറഞ്ഞ B sin theta, BH എന്ന് പറഞ്ഞാൽ B cos theta. B കട്ട് ചെയ്ത് പോവും. sin theta by cos theta is tan theta. BV equal to BH tan theta. ഇതിനെ നമ്മൾ വിളിക്കണ പേരാണ് tangent law in magnetism. It is called tangent law in magnetism. ഓക്കെ, ഇവിടെ സെയിം ഡിക്ലിനേഷൻ വരുന്ന പോയിന്റ്സ് ഉണ്ടാവും. അതിനെ കണക്ട് ചെയ്യണ ലൈൻ ഐസോഗണിക് ലൈൻ. സീറോ ഡിപ്പുള്ള ഡിക്ലിനേഷൻ ഉള്ള കുറേ പോയിന്റ്സ് ഉണ്ടാവും. അതിനെ കണക്ട് ചെയ്യണ ലൈൻ അഗോണിക് ലൈൻ. സെയിം ഇൻക്ലിനേഷൻ വരുന്ന കുറേ പോയിന്റ്സ് ഉണ്ടാവും. അതിനെ കണക്ട് ചെയ്യണ ലൈൻ ഐസോക്ലിനിക് ലൈൻ. സീറോ ഡിപ്പ് വരുന്ന കുറേ പോയിന്റ്സ് ഉണ്ടാവും. അതിനെ കണക്ട് ചെയ്യണ ലൈൻ അക്ലിനിക് ലൈൻ. ആ ഏരിയയിലുള്ള കുറച്ച് പോയിന്റ്സ് എക്സ്ട്രാ പറയാം. ഓക്കെ, ഇനി ദ നെക്സ്റ്റ് വൺ, ഡയാ, പാര ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഡയാ, പാര ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഡയാ, പാര ആൻഡ് ഫെറോ. അത് നമ്മൾ പറയണ ലോജിക്ക് ഇങ്ങനെയാണ്. വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് it experience weak repulsion. It experience weak attraction. It experience strong attraction. ഒന്നാമത്തേതാണ് when placed in a magnetic field it experience weak repulsion. ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ വീക്ക് റിപ്പൽഷൻ ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്, വീക്ക് അട്രാക്ഷൻ ആണെങ്കിൽ പാരാമാഗ്നറ്റിക്, സ്ട്രോങ് അട്രാക്ഷൻ ആണെങ്കിൽ ഫെറോമാഗ്നറ്റിക്. വെൻ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് അലൈൻ പെർപെൻഡിക്കുലർ ടു ബി, പാരലൽ ടു ബി, പാരലൽ ടു ബി. Then third one, susceptibility. Small and negative, small and positive, large and positive. അടുത്തത് mu r. It is very much less than 1, very much less than 1, slightly greater than 1. ഇവിടെ very large. Then effect of temperature, it is independent of temperature, it become diamagnetic, it become paramagnetic. എന്ന് പറഞ്ഞാൽ അവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടും. ഓക്കെ, സോ ആ കണ്ടീഷൻസ് കേൾക്കുക. വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസ് വീക്ക് റിപ്പൽഷൻ, ഇറ്റ് എക്സ്പീരിയൻസ് വീക്ക് അട്രാക്ഷൻ, ഇറ്റ് എക്സ്പീരിയൻസ് സ്ട്രോങ് അട്രാക്ഷൻ. When placed in a uniform magnetic field, it align perpendicular to B. ബാക്കി രണ്ടെണ്ണം parallel to B. Susceptibility, small and negative, small and positive, large and positive. ഈ രണ്ടെണ്ണം ലെഫ്റ്റ് നിന്ന് റൈറ്റിക്ക് വരുമ്പോൾ കൂടി വരാണ്. mu r. Then ടെമ്പറേച്ചർ കൂടുമ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. ഇത് ഇതായി മാറും, ഇത് ഇതായിട്ട് മാറും. ഡയക്ക് എങ്ങോട്ടും പോവാനില്ല, അതുകൊണ്ട് തന്നെ അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ലോകത്തിലെ എല്ലാ മെറ്റീരിയൽസും ഒബേ ചെയ്യണം മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഡയാമാഗ്നറ്റിസ് ആണ്. ലോകത്തിലെ എല്ലാ മെറ്റീരിയൽസും ഒബേ ചെയ്യണം മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡയാമാഗ്നറ്റിസം ആണ്. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? ഇനി ഈ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് അടുത്തൊരു ലോ ഉണ്ടായിരുന്നു, ക്യൂറി-വീസ് ലോ. സസെപ്റ്റിബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇതാണ് ക്യൂറി-വീസ് ലോ. ക്യൂറി-വീസ് ലോ എന്താന്ന് ചോദിച്ചാൽ സസെപ്റ്റിബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ.
അടുത്ത ക്വസ്റ്റ്യൻ ഹിസ്റ്റെറിസിസ് എന്നാണ്. ഹിസ്റ്റെറിസിന്റെ കൂടെ 2 സബ് ക്വസ്റ്റ്യനും കൂടിയും വരാം. വാട്ട് ഈസ് റിട്ടൻറ്റിവിറ്റി ആൻഡ് വാട്ട് ഈസ് കൊയേഴ്സിവിറ്റി? ഓക്കെ, സോ ഹിസ്റ്റെറിസിസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഈ കർവ് വരച്ചു വയ്ക്കുക. ഇതാണ് ഹിസ്റ്റെറിസിസ് കർവ്. ഓക്കെ, സോ ഇത് ബിയും ഇത് എച്ചും ഇത് ബിയും, ബി എച്ച് കർവ്. ഓക്കെ, സോ ഇതാണ് ഹിസ്റ്റെറിസിസ് കർവ് എന്ന് പറയണത്. അതിൽ ബിയും എച്ചും ഒരേപോലെ ഇങ്ങനെ പോവും. എച്ച് ഒറ്റയടിക്കൊണ്ട് താഴേക്ക് പോരുമ്പോൾ ബി പതുക്കെയാണ് വരിക. അത് വെച്ചിട്ടാണ് നമ്മൾ ഹിസ്റ്റെറിസിസ് പറയുക ലാഗിങ് ഓഫ് ബി ബിഹൈൻഡ് എച്ച്, ലാഗിങ് ഓഫ് ബി ബിഹൈൻഡ് എച്ച്. അതിനെ വിളിക്കണ പേരാണ് ഹിസ്റ്റെറിസിസ്. ഓക്കെ, ഇതിൽ ഈ പോയിന്റിനെയാണ് നമ്മൾ റിട്ടൻറ്റിവിറ്റി എന്ന് വിളിക്കാം. റിട്ടൻറ്റിവിറ്റി. ഇതിനെ വിളിക്കണ പേരാണ് കൊയേഴ്സിവിറ്റി. OQ. ഇറ്റ് ഈസ് കൊയേഴ്സിവിറ്റി. ഇത് പറയാൻ സിമ്പിളാ. എന്താണ് റിട്ടൻറ്റിവിറ്റി എന്ന് ചോദിച്ചാൽ ഇത് എന്തിൻ്റെ വാല്യൂ? ഇറ്റ് ഇസ് എ വാല്യൂ ഓഫ് ബി. ആ സമയത്ത് എച്ച് എത്രയാണ്? 0. കാരണം ഈ ആക്സിൽ ഏത് പോയിന്റിലും എച്ച് 0 ആണ്. സോ വാട്ട് ഈസ് റിട്ടൻറ്റിവിറ്റി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ വാല്യൂ ഓഫ് ബി വെൻ എച്ച് ഈസ് 0. വാട്ട് ഈസ് കൊയേഴ്സിവിറ്റി എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ വാല്യൂ ഓഫ് റിവേഴ്സ് എച്ച് ടു മേക്ക് ബി 0. കാരണം ഈ ആക്സിൽ ഏത് പോയിന്റിലും ബി 0 ആണ്. ഈ ആക്സിൽ ഏത് പോയിന്റിലും എച്ച് 0, ഈ ആക്സിൽ ഏത് പോയിന്റിലും ബി 0. ഓക്കെ, സോ വാട്ട് ഈസ് റിട്ടൻറ്റിവിറ്റി എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ വാല്യൂ ഓഫ് ബി വെൻ എച്ച് ഈസ് 0. വാട്ട് ഈസ് കൊയേഴ്സിവിറ്റി എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ വാല്യൂ ഓഫ് റിവേഴ്സ് എച്ച് ടു മേക്ക് ബി 0. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഹിസ്റ്റെറിസിസ് എന്ന് പറഞ്ഞേ. അടുത്തത് എഡ്ഡി കറണ്ട് ആണ്. എഡ്ഡി കറണ്ട്. എഡ്ഡി കറണ്ട് പറയുന്നതിന്റെ മുന്നേ ഫാരഡേസ് ലോ പറയാനാണ് ഏറ്റവും എളുപ്പം. Whenever magnetic flux in a circuit changes, there will be an induced EMF. ഇതാണ് ഫാരഡേന്റെ ലോ. Whenever magnetic flux in a circuit changes, there will be an induced EMF. എപ്പോഴാണോ സർക്യൂട്ടിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവുന്നത് അപ്പോൾ അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഓക്കെ, അതാണ് ഫാരഡേന്റെ ലോ. ഇതിന് ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുത്താൽ ലെൻസ് ലോ ആയിട്ട് മാറും. ഇൻഡ്യൂസ്ഡ് EMF വിൽ ട്രൈ ടു ഒപ്പോസ് ദ ചേഞ്ച് ഇൻ ഫ്ലക്സ്. മൈനസ് സൈൻ കാണിക്കണത് ക്വാണ്ടിറ്റീനെ എതിർക്കുന്നതാണ്. ഇൻഡ്യൂസ്ഡ് EMF വിൽ ട്രൈ ടു ഒപ്പോസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഒരു സർക്യൂട്ടിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് വന്നാൽ അത് ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യും. ഇൻസ്റ്റെഡ് ഓഫ് എ സർക്യൂട്ട്, if you are taking a metal sheet, whenever magnetic flux in a metal sheet changes, there will be a circulating current. That circulating current is called eddy current. Whenever magnetic flux in a metal sheet changes, there will be a circulating current. That circulating current is called eddy current. എഡ്ഡീസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വേൾഡ്സ് എന്നാണ്, ചുഴികൾ. സോ സർക്കുലേറ്റ് ചെയ്യണ രീതിയിലുള്ള കറണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എഡ്ഡി കറണ്ട് എന്ന് വിളിക്കാം. ഇതിൻ്റെ അപ്ലിക്കേഷൻ, ഓക്കെ, ഇൻ ഇൻഡക്ഷൻ ഫർണസ്. ഇൻഡക്ഷൻ ഫർണസിൽ എഡ്ഡി കറണ്ട് യൂസ് ചെയ്യും. ദെൻ ഇൻ ഇൻഡക്ഷൻ ബ്രേക്ക്, ദെൻ ഇൻ സ്പീഡോമീറ്റർ, and in dead beating of galvanometer. ഇത്രയും പോയിന്റ്സ് പഠിച്ചു വയ്ക്കുകയാണ് ഏറ്റവും എളുപ്പം. കാരണം ആ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് 3 മാർക്കിനാണെങ്കിൽ ചോദിക്കുക അതിൻ്റെ അപ്ലിക്കേഷൻസ് ഉൾപ്പെടെയാണ്. വാട്ട് ഈസ് എഡ്ഡി കറണ്ട്? വാട്ട് ആർ ഇറ്റ്സ് അപ്ലിക്കേഷൻസ്? വളരെ സിമ്പിൾ. Whenever magnetic flux in a metal sheet changes, there will be a circulating current. It is called eddy current and it can be used in induction furnace, induction brake, speedometer and dead beating of galvanometer. Idea clear അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ആ പറഞ്ഞല്ലേ? ഓക്കെ, ഇനി അടുത്തത് എനർജി ഓഫ് ആൻ ഇൻഡക്ടർ.
energy of an inductor. Energy of an inductor. dW എന്ന് പറഞ്ഞ P dt means voltage into current into dt. ഓക്കെ, പവർ ഇൻറ്റു ടൈം എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി വോൾട്ടേജിന് പകരം L ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഇൻറ്റു ഐ ഡി ടി. ഡി ടി ഡി ടി വെട്ടിപ്പോവും. W ഈക്വൽ ടു ഇൻറ്റഗ്രൽ എൽ ഐ ഡി ഐ. എനർജി ഓഫ് എ കപ്പാസിറ്റർ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അന്ന് പഠിച്ച നിയമമാണ് ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ ടു. അപ്പം ഇൻറ്റഗ്രൽ ഐ ഡി ഐ എന്ന് പറഞ്ഞാലോ ഐ സ്ക്വയർ ബൈ ടു. സോ ഇറ്റ് ഈസ് ഹാഫ് എൽ ഐ സ്ക്വയർ. ഇൻഡക്ടറത്തെ എനർജി സ്റ്റോർ ചെയ്യുക മാഗ്നറ്റിക് ഫീൽഡിലാണ്. കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്യുക ഇലക്ട്രിക് ഫീൽഡിലാണ്. എന്ന് പറഞ്ഞാൽ രണ്ടിലും എനർജി സ്റ്റോർ ചെയ്യുക ഫീൽഡിലാണ്. സ്റ്റോർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇത് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പുറത്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഐഡിയ ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വാണ്ടിറ്റി ബ്രൂസ്റ്റേഴ്സ് ലോ ആണ്. ബ്രൂസ്റ്റേഴ്സ് ലോ. ബ്രൂസ്റ്റേഴ്സ് ലോ പറയണതിൻ്റെ മുന്നേ മറ്റൊരു ലോ കൂടി നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, മറ്റൊരു ലോ അല്ല, മറ്റൊരു ഡെഫിനിഷൻ. പോളറൈസിങ് ആംഗിൾ. ഒരു ഗ്ലാസ് സർഫസിലേക്ക് ലൈറ്റ് വന്നിടിക്കുമ്പോൾ അതിൽ എല്ലാ തരം വൈബ്രേഷൻസും ഉണ്ടാവും. ഒരു ഗ്ലാസ് സർഫസിലേക്ക് ലൈറ്റ് വന്നിടിക്കുമ്പോൾ അതിലെല്ലാ തരം വൈബ്രേഷൻസും ഉണ്ടാവും. മേജർ പോർഷൻ റിഫ്രാക്ട് ചെയ്യും. ഇതിൽ എല്ലാ വൈബ്രേഷൻസും ഉണ്ടാവും. വളരെ ചെറിയ പോർഷൻ റിഫ്ലക്ട് ചെയ്യും. അതിൽ ഈ ടൈപ്പ് വൈബ്രേഷൻസ് മാത്രം ഉണ്ടാവുക. കുറച്ച് ഇങ്ങനെയുള്ള വൈബ്രേഷൻസ് ഉണ്ടാവും. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒരു പ്രത്യേക വാല്യൂ എത്തുമ്പോൾ I ഈക്വൽ ടു പി, ആ ആംഗിളിനെ വിളിക്കണ പേരാണ് പോളറൈസിങ് ആംഗിൾ. അങ്ങനെ വരുമ്പോൾ ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് പോളറൈസ്ഡ് ആയിട്ട് മാറും. സോ എന്താണ് പോളറൈസിങ് ആംഗിൾ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് പോളറൈസ്ഡ്. It is the angle of incidence at which reflected light is polarized. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? It is the angle of incidence at which reflected light is polarized. ഐഡിയ ക്ലിയർ ആണോ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പറഞ്ഞാല്? ഓക്കെ, ഇനി വാട്ട് ഈസ് ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് ചോദിച്ചാൽ tan P ഈക്വൽ ടു n. ഇത് നോക്കി വായിച്ചാൽ ബ്രൂസ്റ്റേഴ്സ് ലോ ആയിട്ട് മാറും. ടാൻജന്റ് ഓഫ് polarizing angle is equal to refractive index of the medium. Tangent of polarizing angle equal to refractive index of the medium. Tan P എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം sin P by cos P. ഇതേപോലെ നമ്മൾ മറ്റൊരു ലോ പഠിച്ചിട്ടുണ്ട്, sin I by sin R equal to n. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്തൂടെ? sin P by cos P ഈക്വൽ ടു sin I by sin R. പക്ഷേ I എന്ന് പറഞ്ഞാൽ P അല്ലേ, അപ്പം ഞാൻ ഇത് P എന്ന് എഴുതി, ഇത് രണ്ടും വെട്ടി. സോ sin R ഈക്വൽ ടു cos P ഓർ sin R ഈക്വൽ ടു sin 90 മൈനസ് P. അപ്പം നമുക്ക് രണ്ട് സൈനുകൾ ഒഴിവാക്കാം. R ഈക്വൽ ടു 90 മൈനസ് P ഓർ R പ്ലസ് P ഈക്വൽ ടു 90 ഡിഗ്രി. R പ്ലസ് പി ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ഇതാണ് ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് കിട്ടുന്ന അടുത്ത ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ സിമ്പിൾ. ഷോ ദാറ്റ് R പ്ലസ് പി ഈക്വൽ ടു 90 ഡിഗ്രി. ഇതാണ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് R പ്ലസ് പി ഈക്വൽ ടു 90 ഡിഗ്രി. ഈസി ആയിട്ട് ഉത്തരം പറഞ്ഞൂടെ? ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഈ ഏരിയയിൽ അടുത്തത് പറയാനുള്ളത് ആൽഫ ബീറ്റ ഗാമ എമിഷനാണ്. ആൽഫ ബീറ്റ ഗാമ എമിഷൻ. ഓക്കെ, ഒരു എലമെൻ്റ് നിന്ന് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ, ആൽഫ എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഹീലിയം ന്യൂക്ലിയസ് മീൻസ് 2He4. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇയാൾ പുറത്തേക്കാണ് വന്നു വിചാരിച്ചാൽ താഴെ എത്ര കുറയും എന്ന് ആലോചിച്ച് നോക്കിയേ. 2 കുറയും. കാരണം ഇവിടെ 2 അല്ലേ ഉള്ളത്. മുകളിൽ എത്രയാണ് കുറയുക? 4 കുറയും. പ്ലസ് ഈ പോന്ന ആൽഫ പാർട്ടിക്കിൾ
ഇതിൻ്റെ കൂടെ ഒരു ഗാമ റേയും. ഓക്കെ, ഇനി ബീറ്റ എമിഷൻ എന്ന് പറയുമ്പോൾ ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്താൽ അറ്റോമിക് നമ്പർ ഒന്ന് കൂടും, മാസ് നമ്പറിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. പുറത്തു വന്ന ഇലക്ട്രോൺ, ആന്റി ന്യൂട്രിനോ പ്ലസ് ഗാമ റേ. ഗാമ എമിഷൻ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. ഓക്കെ, എക്സൈറ്റഡ് ലെവൽ ഉണ്ടായിരുന്ന ന്യൂക്ലിയസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്തും. ഇത് മൂന്നും പറയാൻ ഞാൻ ക്ലാസ്സിൽ സാധാരണഗതിയിൽ പറയാറുള്ള ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ആണ്. നമ്മൾ എന്തോ ഒരു ആക്ടിവിറ്റി ചെയ്തു, നമ്മളെ പാരൻസിന് നല്ലോണം ദേഷ്യം വന്നാൽ എന്തായിരിക്കും അവർ ചെയ്യുക? മീൻസ് ദേ ഗോട്ട് ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, സോ ആ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവർ ചെയ്യുക? ചില സമയങ്ങളിൽ അവർ ചെയ്യുക, നമ്മളെ കുറേ ചീത്ത പറയും. Means they are emitting some radiations and will reach to ground state. They will emit some radiations and they will reach to ground state. It is gamma emission. Very similar to gamma emission. Okay, കുറേ റേഡിയേഷൻസ് എമിറ്റ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യണു? ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്തണം. ചിലപ്പോൾ നല്ലോണം ദേഷ്യം വന്നാൽ അവർ ചെയ്യുക, കയ്യിൽ കിട്ടിയ എന്തെങ്കിലുമൊക്കെ എടുത്ത് നമ്മൾ എറിഞ്ഞു എന്ന് വരും, അല്ലെങ്കിൽ പിടിച്ച് നമ്മൾ രണ്ടെണ്ണം തന്നു എന്ന് വരും. ഓക്കെ, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. മീൻസ് അപ്പം എന്ത് ചെയ്യാണ്? നമ്മളോട് വല്ലാണ്ട് ദേഷ്യം വന്നപ്പോൾ ഓക്കെ, കയ്യിൽ എന്തോ ഒരു സംഭവം കിട്ടി, അതെടുത്ത് നമ്മളൊരു ഒറ്റ എറിയാണ്. ഓക്കെ, മീൻസ് അവരുടെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്താൻ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്തത്? എന്തോ പാർട്ടിക്കിൾ കയ്യിലുണ്ടായിരുന്നു, അതെടുത്താണ്ട് എറിഞ്ഞു. അപ്പോഴും നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. മീൻസ് ആൽഫ ബീറ്റ എമിഷൻ. ആ സമയത്തും എന്തുണ്ടാവും? ഗാമ എമിഷൻ ഉണ്ടാവും. ഓക്കെ, ഇവിടുന്ന് ആലോചിക്കേണ്ട കണ്ടീഷൻ എത്രയേ ഉള്ളൂ? ഒരു പാർട്ടിക്കിൾ ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്താൽ അറ്റോമിക് നമ്പറും കുറയും, മാസ് നമ്പറും കുറയും. ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്താൽ അറ്റോമിക് നമ്പർ കൂടുക ചെയ്യുക, കുറയില്ല. ഓക്കെ, മാസ് നമ്പറിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. സോ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രോബ്ലം, ഒരു എലമെന്റ് X56140 emits some alpha and beta particles and it become Y60. Okay, Y60 25. How many alpha and beta particles will emit in this process? വളരെ സിമ്പിൾ ആണ്. ഈ രണ്ടെണ്ണത്തിൻ്റെ ഡിഫറൻസ് എടുക്കാം. 140 മൈനസ് 60 നമുക്ക് ഉത്തരം കിട്ടും 80. സോ ഇതിൽ 80ൻ്റെ വ്യത്യാസമുണ്ട്. മാസ് നമ്പർ വ്യത്യാസം വരെ ആൽഫയും കൊണ്ട് മാത്രം. ഒരു ആൽഫയും കൊണ്ട് 4 കുറയും. അപ്പം 80 കുറയണമെങ്കിൽ 80/4. ആൻസർ 20. സോ 20 ആൽഫ വിൽ എമിറ്റ്. ഈ 20 ആൽഫ എമിറ്റ് ചെയ്താൽ അറ്റോമിക് നമ്പർ എത്ര കുറയണം? 20 ആൽഫ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റോമിക് നമ്പർ 40 കുറയണം. സോ 56ന്ന് 40 കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഉത്തരം 16 എന്നാണ്. ഇവിടെ കിട്ടേണ്ടിയിരുന്നത് 16 ആണ്, പക്ഷെ ഇവിടെ വന്നത് 25 ആണ്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടാവുക? 16 ആണ് വരേണ്ടിയിരുന്നത്, അത് കൂടി 25ആയി. അറ്റോമിക് നമ്പർ കൂടുക ആര് കാരനാണ്? ബീറ്റ കാരനാണ്. ഒരു ബീറ്റ എമിറ്റ് ചെയ്താൽ 1 കൂടും. ഒരു ബീറ്റ ആണെങ്കിൽ 16 17 ആവും, 2 ബീറ്റ ആണെങ്കിൽ 18 ആവും. അപ്പം എത്ര ബീറ്റ എമിറ്റ് ചെയ്യുമ്പോഴാണ് 25 ആവുക? 25 മൈനസ് 16, ആൻസർ കിട്ടും 9 ബീറ്റ. ഓക്കെ, സോ 20 ആൽഫ അതേപോലെ തന്നെ 9 ബീറ്റ. ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ഒന്നുകിൽ ഈ ഏരിയ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലം പ്രതീക്ഷിക്കാം. രണ്ടാണെങ്കിലും ഐഡിയ വളരെ സിമ്പിളാണ്. ഓക്കെ, സോ 5ാമത്തെ വീഡിയോ, നമ്മുടെ ക്രാഷ് പ്രോഗ്രാമിലെ 5ാമത്തെ വീഡിയോ, 10 വീഡിയോ എന്നാണ് നമ്മൾ തമ്മിലുള്ള കോൺട്രാക്ട്. അതിൽ പകുതി ഭാഗമാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഓക്കെ, സോ 5ാമത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ അടുത്ത വീഡിയോ വരേക്കും ബൈ.